സുഖാണോ? നല്ല സുഖമുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങൾ 1 മാസത്തിന് ശേഷം വീണ്ടും മാർക്കറ്റിൽ പോവാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. ഇതെന്താ? ഓ ശരാ ഔന്ന്. മീന് പിന്നെയും കുഴപ്പമില്ല. എനിക്ക് പന്നിനെയൊക്കെ കാണുമ്പോഴാണ് ഗൈസ് ഇത് ഉണക്കമീൻ. നമ്മുടെ നാട്ടിൽ ഉണ്ടാവും, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അത്ര വൃത്തി ഇവിടെ ഇല്ല. ചെറുത് മതി. പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കാൻ ഒരു ബാസ്ക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ എല്ലാം വാങ്ങിക്കണം പോലെ ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട. പിന്നെ അത് കൂടാതെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കപ്പ് വാങ്ങിച്ചു. രാവിലെ ഏട്ടന് ചായ കുടിക്കാൻ വേണ്ടി ഒരു കപ്പ് വേണം പറഞ്ഞപ്പോൾ ഈ സ്മൈൽ എഴുതിയ കപ്പാണ് വാങ്ങിയത്. കൂടുതലും പശുക്കളിനെ അങ്ങനെ കെട്ടിയിടാറില്ല. എവിടെ നോക്കിയാലും പശു ആടും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ വില എത്രയെന്ന് ചോദിക്കാൻ പോയതാണ്. ഞങ്ങൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് കാണാൻ നല്ല ഭംഗിയാണ്. ആപ്പിളും മാങ്ങയൊക്കെ കാണാൻ നല്ല രസമാണ്. ये सर कितना रेट है भैया? 120 120 मैम. നോക്ക് പച്ചക്കറി 1 കിലോ 30 രൂപ. അരക്കിലോ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു വന്നു. ഒരു പുതിയ സാധനം വാങ്ങിച്ചതിൻ്റെ ആക്രാന്തത്തിൽ അവിടുന്ന് വന്നതും ഞങ്ങൾ പച്ചക്കറിയൊക്കെ അതിനങ്ങനെ നല്ല നീറ്റാക്കി അടുക്കി വെച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്ത് നടക്കാൻ ഇറങ്ങി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ ആകെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നടക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൾക്കൊഴിവുള്ള ദിവസം നമ്മൾ നടക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഇന്ന് നടക്കാൻ പോകണം. നമുക്ക് നടക്കാൻ പോവാം. ഫോട്ടോസ് നോക്കുന്നുണ്ടോ? ചെറിയൊരു മഴയത്ത് ഡാൻസ് കളിച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇവിടെ നല്ല രസമാണ് പച്ചപ്പ് കാണാൻ. വാവ്, വെരി നൈസ് ആകാശം ഗൈസ്. ഇന്നിവിടെ മഴ പെയ്യാൻ പോകണം. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കളർ മേഘം വരുന്നത്. ഇത്രയും വലിയ ഒച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ആമിക്കുട്ടിയെ കണ്ടു. ആമിക്കുട്ടി നല്ല കുറുമ്പത്തിയാണ്. പാട്ട് പാടുവോ? നമ്മുടെ സെലിബ്രിറ്റി കുഞ്ഞാമിയുടെ ഓട്ടം. പിന്നെ കുഞ്ഞാമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് നടന്നു.
പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോയി. ആകെ ഇവിടെ ഈ സ്ഥലം മാത്രമേ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം. അപ്പം എപ്പോഴെങ്കിലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ ജിമ്മിനെ പോലത്തെ ഒരു പട്ടിക്കുട്ടിനെ കണ്ടു ഞാൻ. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. ഇവിടുത്തെ പട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ്. സുഖമാണോ? നല്ല സുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടുത്തെ ഫുഡാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറച്ച് കുഴപ്പമില്ലാത്ത ഫുഡ്. അതുകൊണ്ട് എപ്പോഴും ഈ സൈഡിലേക്കാണ് ഭക്ഷണം കഴിക്കാൻ വരാറുള്ളത്. ഇന്ന് ഇത്തിരി ആൾക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ടാണോന്നറിയില്ല, ഞങ്ങൾക്ക് പ്ലേറ്റൊക്കെ ഭയങ്കര ഡെക്കറേഷൻ ചെയ്തിട്ടാണ് തന്നത്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.